2024 സെപ്റ്റംബർ തൊട്ട് ഇന്ന് വരെ ഏകദേശം ഒരു 1.5 വർഷക്കാലം നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കാര്യമായ ഒരു റിട്ടേണും കിട്ടിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലുമൊക്കെ ന്യൂസ് എപ്പോഴെങ്കിലുമൊക്കെ വന്ന് പ്രസിഡന്റ് ട്രംപ് വിളിച്ചു പറയും. അത് പറയുന്നതോട് കൂടി എന്ത് സംഭവിക്കും? നമ്മുടെ മാർക്കറ്റിൽ ഒരു 500 പോയിന്റ് ഇങ്ങോട്ട് താഴോട്ട് വീഴും. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് വരും. ഇപ്പം GSTയിൽ വന്ന കട്ട്, പേഴ്സണലായിട്ട് വരുന്ന ഇൻകം ടാക്സിൽ വന്നിട്ടുള്ള റിഡക്ഷൻ, അത് 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നുള്ള ന്യൂസ്, അതേപോലെ ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന ഒരുപാട് റേറ്റ് കട്ടുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല പോസിറ്റീവ് ന്യൂസ് വന്നിട്ട് മാർക്കറ്റ് ഒന്ന് അതിൻ്റെ എനർജി എടുത്ത് തിരിച്ച് കയറാൻ സമയത്ത് അടുത്ത ന്യൂസ് വരുന്നു, വീണ്ടും ഒരു 500 പോയിന്റ് താഴുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ 1.5 കൊല്ലം ഈ അവസ്ഥ തുടങ്ങിയിട്ട്. പ്രത്യേകിച്ച് സ്മാൾ ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു റിട്ടേണും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇങ്ങനെയുള്ളൊരവസ്ഥ ആദ്യമായിട്ടാണോ മാർക്കറ്റിൽ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇതേപോലെയുള്ള അവസ്ഥകൾ മുന്നേ കാർഗിൽ വാർ നടന്ന സമയത്ത് വന്നിരുന്നു, ഇറാഖ് വാർ വന്ന സമയത്ത് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ വാർ വന്ന സമയത്തൊക്കെ ഇതേപോലെ മാർക്കറ്റിലുള്ള അവസ്ഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ട്രംപ് അധികാരത്തിൽ നിൽക്കുമ്പോൾ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച എവിടെയാണ് ഓപ്പൺ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എങ്ങോട്ടാ പോവാൻ ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥ. പക്ഷെ ഒരു ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്മാർട്ടായിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ആണെങ്കിൽ ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഈ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയൊന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഈ ടെൻഷൻസ്, ഈ സമയത്ത് മാർക്കറ്റിന് വരുന്ന ഈ വോളറ്റിലിറ്റി വളരെ പെട്ടെന്നാണ് 300 200 പോയിന്റൊക്കെ മുകളിലോട്ട് കയറുന്നതും താഴോട്ട് ഇറങ്ങുന്നതും. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എസ്പെഷ്യലി SIP ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഉള്ള എപ്പോഴും വലിയ സംശയമാണ്. കുറേ കാലമായിട്ട് ഇപ്പോൾ 1.5 വർഷമായിട്ട് SIP ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. ഇതിനി സ്റ്റോപ്പ് ചെയ്യണോ അതോ നിർത്തണോ അതോ ഇനി SIP കൂട്ടി ചെയ്യണോ, അങ്ങനെയുള്ള പല സംശയമുണ്ടാവും. പൊതുവേ കേൾക്കുന്നതാണ് മാർക്കറ്റ് വീഴുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണമല്ലോ, അതും വേറൊരു പ്രോബ്ലം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യാൻ പറ്റുക നോക്കാം. ഞാനിവിടെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് കാര്യങ്ങളൊന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിഫ്റ്റി 50 ഉണ്ട്, നമ്മുടെ ടൈം ആക്സസ് ഉണ്ട്. ഇവിടെ 3 രീതി കാണിക്കുന്നു. ഇപ്പം നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയാം. ഇത് ഈ ഒരു വർഷം 2022 വിചാരിക്കാം. ഏകദേശം ഇതിൻ്റെ ഈ മാർക്കറ്റ് ഒരു പീക്ക് വന്ന ഈ സമയം എന്ന് പറയുന്നത് 2024 സെപ്റ്റംബർ മാസമാണ്. അപ്പോൾ ഞാനിവിടെ സെപ്റ്റംബർ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് താഴോട്ട് വന്നു, ഇപ്പോൾ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2022 തൊട്ട് 24 വരെയുള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു മൊമെൻറ്റം മാർക്കറ്റായിരുന്നു. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ചെറിയ ഡിപ്പുകൾ കൊടുത്തുകൊണ്ട് മുകളിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയ ഒരു മാർക്കറ്റായിരുന്നു. വലിയ റിട്ടേൺ, അത് ഏത് സ്റ്റോക്ക് വാങ്ങിയാലും ഏത് മ്യൂച്വൽ ഫണ്ട് വാങ്ങിയാലും ഒക്കെ ഭയാനകമായ റിട്ടേൺ കൊടുത്ത ഒരു സമയം. അത് കഴിഞ്ഞ് ആ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടുന്ന് ഫോൾ ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 21,700 ഈ 22ൻ്റെ അടുത്ത് ഫോൾ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് താഴോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബിയർ മാർക്കറ്റ് എന്ന് പറയും. അപ്പം ഞാൻ ബിയർ മാർക്കറ്റ് എന്ന് പറയും. അതായത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ട്രെൻഡ്, അത്രയേ ഉള്ളൂ, താഴോട്ട് വരുന്ന മാർക്കറ്റ്. സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് വരുന്നത് എങ്ങോട്ടും പോകാതെ നിൽക്കുന്ന ഒരു മാർക്കറ്റ്. ഇതിനെ നമുക്ക് കൺസോളിഡേഷൻ എന്ന് പറയാം. കൺസോളിഡേഷൻ അതായത് എങ്ങോട്ടും പോകുന്നില്ല, മേലോട്ടും പോകുന്നില്ല, താഴോട്ടും പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ 2022 തൊട്ട് 24 വരെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ NAVയുടെ വാല്യൂ 10 രൂപയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കാം. ആ 10 രൂപയിൽ തുടങ്ങി അത് 11 രൂപയാവും, 12 രൂപയാവും, 13 രൂപയാവും, 14 രൂപ, ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം SIP ചെയ്യുമ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകളാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ താഴ്ന്ന് വാങ്ങിക്കുന്ന ഒരാൾക്ക് 10 രൂപക്ക് കിട്ടും, മുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരാൾക്ക് 11, 12, 13 എന്ന് പറഞ്ഞാൽ വലിയ വലിയ റേറ്റിലാണ് വാങ്ങിക്കുന്നത്. ഇനി മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ എന്തെയും, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ 20 രൂപ എത്തി എന്ന് വിചാരിക്കുക. 20 രൂപ എത്തുന്ന സമയം താഴോട്ട് വരുന്നത് 18, 16, കുറച്ചുകൂടി സ്പീഡ് വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 12, 10 ഇങ്ങനെ താഴോട്ട് വരുന്നു എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് വാല്യൂ എഴുതിയെന്നുള്ളൂ. അപ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും? കൂടുതൽ യൂണിറ്റുകൾ മ്യൂച്വൽ ഫണ്ടിന് വാങ്ങിക്കാൻ പറ്റും.
അത് 10 രൂപക്ക് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 10 രൂപയാണെങ്കിൽ 100 രൂപക്ക് നിങ്ങൾക്ക് 10 യൂണിറ്റ് വാങ്ങിക്കാമല്ലോ. പക്ഷെ അത് 12, 13, 14 ആണെങ്കിൽ നമുക്ക് ആ 10 യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ്സുകൾ വാങ്ങിക്കാനാണ് അവിടെ പറ്റുന്നത്. ഇനി അടുത്ത കേസ് കൺസോളിഡേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ടും ഇല്ല താഴോട്ടും ഇല്ലാത്തൊരവസ്ഥ. പക്ഷേ ഈ കൺസോളിഡേഷൻ ഫേസിൽ നമുക്ക് ചില സ്റ്റാറ്റിക്സ്, അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളൊരു മാർക്കറ്റ് മൊമെൻറ്റം മാർക്കറ്റ് ആണെങ്കിൽ നമ്മളവിടെ SIP നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ SIP അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ബിയർ മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്താണ്? നമ്മൾ SIP കണ്ടിന്യൂ ചെയ്യുകയും മാർക്കറ്റ് ഓരോ 500 പോയിന്റ് വീഴുമ്പോൾ ചെറിയ രീതിയിലുള്ള ലംസം ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റും. SIP അവിടെ പോയിക്കോട്ടെ, കൂടാതെ ഒരു ലംസം കൂടി എക്സ്ട്രാ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക ഓരോ 500 പോയിന്റ് വീഴുമ്പോഴും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റ്സുകൾ കിട്ടും. പക്ഷേ ഇത് എത്ര പേർ താഴോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളെ കയ്യിൽ ഇപ്പോൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് 1 lakh ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു 10,000 ഇൻവെസ്റ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അടുത്തൊരു 500 പോയിന്റ് വീഴുമ്പോൾ മേ ബി ഒരു 15,000 ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്തൊരു 500 പോയിന്റ് വീഴുമ്പോൾ ഒരു 20,000 ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ വളരെ സ്ലോവിലായിട്ട് ഒരു 8 10 ബാച്ചുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ ഈ കൺസോളിഡേഷൻ ഫേസിനെ മാത്രമായിട്ട് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന സ്റ്റേജാണ് ഈ കൺസോളിഡേഷൻ ഫേസ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിൽ ചില ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാക്കും. പെട്ടെന്നൊരു സ്വിങ് വരും, പിന്നെ ഇങ്ങനെ പെട്ടെന്നൊരു ഡൗൺസ് വരും, പെട്ടെന്ന് ഇങ്ങനെ വരും. ഇങ്ങനെ ആയിരിക്കും ഈ കൺസോളിഡേഷൻ ഫേസിൽ നിൽക്കുന്നത്. അതായത് മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഇങ്ങനെ കുറേ സമയം നിൽക്കും. ഞാനിതിനൊന്ന് സൂം ചെയ്ത് വരച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാം. നിഫ്റ്റിയുടെ 25,500 തൊട്ട് 24,300, ഇതാണിപ്പോൾ റീസെൻ്റ്ലി വന്നല്ലോ, അതുകൊണ്ട് 24,300 ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു 1,200 പോയിൻ്റാണ്. ഈ 1,200 പോയിൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇത് നിൽക്കുന്നത്. ഈ റേഞ്ച് താഴോട്ടും ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല, മേലോട്ടും ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മുടെ SIP, നമ്മൾ നോർമലി ചെയ്യുന്ന SIP നമ്മൾ അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. SIPയിൽ ഒരു മാറ്റം വരുത്തണ്ട. എന്നിട്ട് ചില സമയങ്ങളിൽ മാർക്കറ്റ് നമുക്ക് പെട്ടെന്നൊരു അപ്പ് മൂവ്മെൻറ്റ് തരും. എന്താ ഈ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്? ഇതിനെ നമ്മൾ നോർമലി പറയുന്നത് ഡെഡ് ക്യാറ്റ് ബൗൺസ് എന്നാണ്. ഡെഡ് ക്യാറ്റ് ബൗൺസ് ഞാനിവിടെ എഴുതും. അപ്പോൾ ഈ ഡെഡ് ക്യാറ്റ് ബൗൺസ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി തൊട്ട് മാർക്കറ്റ് അങ്ങോട്ട് മുകളിലോട്ട് പോകും. അതെന്തെങ്കിലും ഒരു ന്യൂസ് ബേസ്ഡ് ട്രിഗർ ആവാം. ചിലപ്പോൾ US റേറ്റ് കട്ട് വന്നതോ അല്ലെങ്കിൽ താരിഫ് കുറച്ചപ്പോഴോ ഒക്കെ പെട്ടെന്നൊരു ഡെഡ് ക്യാറ്റ് ബൗൺസ് വന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം മാർക്കറ്റ് മുകളിലോട്ട് പോവില്ല. മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ അതിന് ഏണിങ്സിൻ്റെ സപ്പോർട്ട് വേണം. ഏണിങ്സ് എന്നാൽ കമ്പനിയുടെ റിസൾട്ടും കൂടി നന്നാവണം. അപ്പോൾ ഒരു ന്യൂസ് ബേസ്ഡ് ഒക്കെ ആയിട്ട് ഉണ്ടാകുന്നത് ജസ്റ്റ് ഒരു മൊമെൻ്ററിയാണ്. കുറേ ദിവസം ചിലപ്പോൾ നെഗറ്റീവിൽ നിന്നിട്ട് നമ്മളെ ഒന്ന് കൊതിപ്പിക്കുന്ന രീതിയിൽ ഒരു ബൗൺസ് വരും. ആ ഡെഡ് ക്യാറ്റ് ബൗൺസിൽ ഒന്നും ചെയ്യാതിരിക്കുക, ഈ SIP കണ്ടിന്യൂ ചെയ്യുക. ചില ദിവസങ്ങൾ നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ദിവസങ്ങളിൽ 1 2 മാസമൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഈ സപ്പോർട്ട് റീജിയൻ, അതായത് ഒരു 500 to 1000 പോയിന്റിലോട്ടൊരു ഫാള് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് ഫാൾ കിട്ടും. ഈ ഫാൾ കിട്ടുന്ന ഈ സമയമുണ്ടല്ലോ, ഈ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ചെറിയ ലംസം ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ശനിയാഴ്ച ഏർലി മോർണിംഗ് ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫ്രൈഡേയും തേഴ്സ്ഡേയും ഒക്കെ ഇതേപോലെ തന്നെയുള്ള ചെറിയ ഫാൾസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. 24,300 24,400 സപ്പോർട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ലംസം ചെയ്ത് കൊടുക്കുക. ലംസം ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ പോലെ കയ്യിലുള്ള ഫുൾ ക്യാഷ് എടുത്തിട്ട് ലംസം ചെയ്യരുത്. ഒരു 10 ബാച്ച് ഉണ്ടെങ്കിൽ അതിൽ ഒരു ബാച്ച് ചെയ്യുക. പിന്നെ അത് തിരിച്ചവിടുന്ന് മുകളിലോട്ട് പോകും, അവിടെ കുറേ കാലം നിൽക്കും. അടുത്ത സപ്പോർട്ടിലോട്ട് വരുന്ന സമയത്ത് അടുത്ത ബാച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെഡ് ക്യാറ്റ് ബൗൺസിന് ഓപ്പോസിറ്റ് ഒരു ആക്ഷൻ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് ചെറിയൊരു ലംസം കൂടി എക്സ്ട്രാ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം, ഈ ഒരു കൺസോളിഡേഷൻ ഫേസ് ചിലപ്പോൾ അടുത്ത ഒരു വർഷം നീണ്ടു നിന്നേക്കാം. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ കരുതുന്നത് അടുത്ത മാർച്ച് റിസൾട്ട്, അതായത് 2027 മാർച്ചിൽ റിസൾട്ട്, ക്വാർട്ടർലി റിസൾട്ട് വരുന്നതോടുകൂടി നമ്മൾ ഏണിങ്സ് എല്ലാം പിക്കപ്പ് ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റ് തിരിച്ച് മെല്ലെ മെല്ലെ കയറാൻ തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അതുവരെ കാത്തിരിക്കാനുള്ളൊരു ക്ഷമ വേണം. പെട്ടെന്ന് ആവശ്യമുള്ള ഒരു ക്യാഷും ഇതിനകത്തോട്ട് ഇടാതിരിക്കുക. അടുത്തൊരു 3 കൊല്ലത്തിന് ആവശ്യമില്ലാത്ത ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ടാക്ടിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ്, ഈ വാറിൻ്റെ സിറ്റുവേഷനെല്ലാം കഴിഞ്ഞ് കമ്പനിയുടെ ഏണിങ്സ് എല്ലാം ഒന്ന് പിക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ വരുന്ന സമയത്ത്
അറ്റ്ലീസ്റ്റ് അടുത്ത ഒരു വർഷം കൂടി ഇതിങ്ങനെ പോകും ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഒരു വർഷം കൂടി, അടുത്തൊരു മാർച്ചോട് കൂടിയെങ്കിലും ഈ ഏർണിങ്സ് ഒന്ന് പിക്കപ്പ് ചെയ്യും. അടുത്ത ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ടുകൾ, അതായത് 2027 ജനുവരി ടു മാർച്ച് റിസൾട്ട് വരുന്നതോടുകൂടി ഈ സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ. ആ സമയത്ത് മാർക്കറ്റ് ഒന്ന് പിക്കപ്പ് ചെയ്യും. അതുവരെ ഈ ഓപ്പർച്യൂണിറ്റികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക, ക്ഷമയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഇതിൽ നിന്ന് കറക്റ്റായിട്ട് ഒരു നല്ല റിസൾട്ട് കിട്ടുന്നത്. മാർക്കറ്റ് ഒരുപക്ഷെ 2 വർഷം 3 വർഷം ഒരു റിട്ടേണും തരാത്തൊരു മാർക്കറ്റ് ഇതെല്ലാം കൂടി കോമ്പൻസേറ്റ് ചെയ്ത് അടുത്തൊരു 3-4 മാസം കൊണ്ട് അമേസിങ് റിട്ടേൺ തരും. അതുകൊണ്ട് ക്ഷമ മാക്സിമം കാണിക്കുക. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റി ഉണ്ട്. എക്സ്ക്ലൂസീവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച മറ്റു വീഡിയോസായിട്ട് വീണ്ടും കാണാം.